നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴ മാരാരിക്കുളത്ത് തീരദേശവാസികൾക്ക് വഴി തുറക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് കമ്പനി അധികൃതർ. പി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയം. 3 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് MLA. പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് വാങ്ങി ആശുപത്രി വിട്ട ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് സ്വന്തം വാഹനത്തിൽ. സമാന്തര അന്വേഷണം ആരംഭിച്ച റെയിൽവേ. ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പാലക്കാട് പി സരിന്റെ പേര് നിർദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ആലത്തൂരിൽ വി പൊന്നുകുട്ടനും നെന്മാറയിൽ കെ പ്രേമനും പരിഗണനയിൽ. തൃത്താലയിൽ MP രാജേഷ് തുടരും. തിരുവമ്പാടി പട്ടാമ്പി സീറ്റുകളും ചടയമംഗലം പുനലൂർ സീറ്റുകളും വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണ. RSPയിൽ ഇരവിപുരം തർക്കം തുടരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാർച്ച് 5-ന് കേരളത്തിൽ. ഡൽഹി മദ്യ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയ്ക്കും ആശ്വാസം. ഇരുവരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഡൽഹി റോസ് അവന്യൂ കോടതി. തെളിവുകളില്ലാത്ത കേസിൽ പെടുത്തിയത് എന്തിനെന്ന് CBIയോട് കോടതി. വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് കെജ്രിവാൾ. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है. ഗൂഢാലോചന നടത്തിയത് അമിത്ഷായും മോദിയും എന്ന ആരോപണം. ഉത്തരവിനെതിരെ CBI ഹൈക്കോടതിയിലേക്ക്. ഡാറ്റ ചോർച്ചയിൽ ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ സ്ത്രീകളുടെ വിവരങ്ങളും ചോർന്നു. മുഖ്യമന്ത്രിയുടെ OSD ഗുരുതര ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തിയെന്നും ചെന്നിത്തല. കേരള സ്റ്റോറി 2-വിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്പസമയത്തിനകം വിധി പറയും. പരിഗണിക്കുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ അപ്പീൽ. സ്റ്റേ മറികടന്ന് ബുക്കിംഗ് ആരംഭിച്ച് അണിയറക്കാർ. മുംബൈയിലും ബംഗാളിലും ടിക്കറ്റ് വിറ്റു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജുവും പുറത്തേക്ക്. മുൻ തിരുവാഭരണ കമ്മീഷണർക്ക് ദ്വാരപാലക ശില്പക്കേസിലും ജാമ്യം. കൊടിമര നിർമ്മാണത്തിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയെടുത്തു. സ്വർണം നൽകിയിരുന്നതായി ഇരുവരും സമ്മതിച്ചു. അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. നീക്കം കാബൂളിലും കാണ്ഡഹാറിലും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ. പാകിസ്ഥാന്റെ 55 സൈനികരെ വധിച്ചെന്ന് താലിബാൻ. യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ട് സൗദിയും ഇറാനും. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വിസ്മയം തുടരുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O പനീർശെൽവം DMKയിൽ ചേർന്നു. MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. തേനിയിൽ മത്സരിക്കും. തേനിയിൽ വളർത്തുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ മരിച്ചത് അയ്യങ്കാളി നഗർ സ്വദേശി രാജൻ. പോത്തിന്റെ ഉടമയ്ക്കെതിരെ കേസ്. ആറളം ഫാമിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. വാർത്തയിലേക്ക് വിശദമായി. വഴിയടച്ച് മാഫിയ, വഴി തുറന്ന് ന്യൂസ് 18. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. വൻകിട റിസോർട്ടിന്റെ ഭൂമി ഇടപാടിൽ തീരദേശവാസികൾക്ക് വഴി നഷ്ടപ്പെട്ട സംഭവത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം സാധ്യമാക്കി ന്യൂസ് 18. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയകരമായി പര്യവസാനിച്ചു. 3 മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് MLA PP ചിത്തരഞ്ജൻ അറിയിച്ചു. കുറേ നാളുകളായി മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നത്തിന് ഇന്ന് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഇവരുടെ ഒരു ഇടപെടൽ അത് നമുക്ക് അഭിനന്ദനാർഹമെന്ന് തന്നെ പറയാം.
മാരാരിക്കുളത്തെ പൊള്ളേത്തെ നിവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് അവർ ആഗ്രഹിച്ച ഒരു വഴിയെന്നല്ല നല്ലൊരു റോഡ് തന്നെ തുറന്നു നൽകുമെന്നുള്ളതാണ് ചർച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ചുള്ള ചർച്ച നടന്നത്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ ആവുകയാണ്. ഇത് കുറേ നാളുകളായിട്ടുള്ള ഒരു വിഷയത്തിന് പരിഹാരം, ആളുകൾക്ക് വഴി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിടപ്പ് രോഗികളുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ വൃത്തിയായി വാഹനത്തിൽ കടന്നു വരാൻ പറ്റുന്ന ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ എത്തുവാണ് അല്ലേ? ഈ വഴിയുടെ ഒരു വലിയ കഥയുള്ള വഴിയാണ്. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങി, പിന്നെ കുറച്ച് സ്ഥലം വാങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ഈ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി അവർ വാങ്ങി. അത് ആർക്കൂടെ തർക്കമില്ല. ഈ വിഷയം യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടൊരു 2 വർഷക്കാലമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് 2025 ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി. അന്ന് പാർട്ടിയുടെ എൽസി സെക്രട്ടറി സഖാവ് VD അമ്പയാർ സഖാവാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അങ്ങനെ ഞാനും അമ്പയാർ സഖാവും കൂടെ അവിടെ പോയി. അവിടെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ ഒരാളുണ്ടായിരുന്നു ആ ഭാഗത്തുള്ള. അദ്ദേഹത്തിനെ വിളിപ്പിച്ച് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇന്നൊരു നമ്പർ വാങ്ങി. അങ്ങനെയാണ് ഈ വാങ്ങിയ കമ്പനിയുടെ ഇപ്പോഴും പേര് നമുക്കറിഞ്ഞൂടാ. കമ്പനി എന്നാണ് അവർ പറയുന്നത്. നമ്മളവരെ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് കാണണമെന്ന് പറഞ്ഞു. 1-2 അവധിക്ക് അവർക്ക് വരാനൊത്തില്ല, സാങ്കേതിക പ്രശ്നമായി. പിന്നീട് അവർ വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവർ ഹോട്ടലിൽ അവിടെ പോയി ഞങ്ങളെല്ലാവരും കണ്ടു, അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. നീണ്ടുപോയാണ്. ഒരു 3-4 മാസം കഴിഞ്ഞ് വീണ്ടും സെപ്റ്റംബർ മാസത്തിലാണ്, ഓണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവരവിടെ വന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞൊരു ഡ്രോയിങ്സ്, ഇതിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ ഒരു സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു. സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് ദിവസമായിട്ട് ഒരു അനക്കമില്ല വന്നപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് ബോർഡിൽ വെക്കണമെന്ന് പറഞ്ഞു. കമ്പനി ആകുമ്പോൾ ബോർഡാണല്ലോ. അങ്ങനെ ബോർഡിലേക്ക് ഇത് വെച്ച്. അപ്പോൾ പിന്നെ ഒക്ടോബർ തിരഞ്ഞെടുപ്പായി, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി, നവംബറും അങ്ങനെ പോയി. അത് കഴിയുമ്പോഴാണ് അവർ ഇതിന് അനുവാദം തന്നിരിക്കുന്നു, വാക്കാൽ ഞങ്ങളത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം, ആ വാർഡിലെ ഷീല സുരേഷ്, ഇത് സ്വകാര്യ വഴിയായിട്ട് കിട്ടിയാൽ പഞ്ചായത്തിനോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനോ ഒന്നും പണം മുടക്കാനൊക്കത്തില്ല, MLA ഫണ്ടും കൊടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഇത് ആസ്തി രജിസ്ട്രി വരണം. ആസ്തി രജിസ്ട്രി വരുന്നതിന് വേണ്ടി ഈ കൺസെൻറ്റ് ഫാറം അവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ കൺസെൻറ്റ് ഫാറം തരുമ്പോൾ അത് പൊതു റോഡായി മാറും. അപ്പോഴാണ് അവർ വീണ്ടും സാവകാശം ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 25 സെൻറ്റ് ഒരു സ്ഥലത്തോളം വരുന്നുണ്ട്. മതിപ്പ് വില ഒരു 4 ലക്ഷം രൂപ വെച്ചാണെങ്കിലും 1 കോടിയോളം രൂപയുടെ എന്ത് വരും. പിന്നെ ഇതൊരു കമ്പനിയാണ്, ഞങ്ങളുടെ ബോർഡ് കൂടണം. ബോർഡ് കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനം അറിയിക്കാം, എന്തായാലും പോസിറ്റീവായ തീരുമാനം എടുക്കത്തുള്ളൂ അവർ അന്നും പറഞ്ഞിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ 5-6 മാസം പോകുമല്ലോ എന്നുള്ള ചിന്ത വരുന്നു. അങ്ങനെയാണ് ജനപ്രതിനിധികളായിട്ടുള്ള പിന്നെ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സൈമൺ, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള മനോജ്, ഷീല, ഇവർ ശരണ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ പ്രതികരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിനുശേഷം അപ്പോൾ ആ വാർത്ത വന്നു കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമുണ്ടല്ലോ. നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും നമ്മളവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ പോയി ചർച്ച ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു പ്രയാസം, എല്ലാവരും കൂടി ഇവിടുന്ന് കാര്യം ആരെങ്കിലും 4-5 പേര് പോയിട്ട് കാര്യമില്ലല്ലോ, ജനങ്ങൾക്കൂടെ ബോധ്യപ്പെടണം. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വരാമെന്ന്. അപ്പോൾ 10 മണിക്ക് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചിരിക്കുകയാണ്. നേരത്തെ 10 മണിയെന്ന് അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ 10 മണിക്ക് തന്നെ എത്തി. ചില മെമ്പർമാർ വരാൻ അല്പം വൈകി, പക്ഷേ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നില്ല. നേരത്തെ തൊട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയം എന്നുള്ളതിൽ എല്ലാവർക്കും ഇത് കാണാൻ പാടില്ല. അവിടെ 2-3 കാര്യങ്ങൾ വന്നു. അതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം കൂടെ ചേർന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫലത്തിൽ ഈ സ്ഥലം 3 മീറ്റർ വീതിക്ക് നമുക്ക് മുഴുവൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള വഴി സാധ്യമാക്കി ഫാറം അവരെ ഏൽപ്പിച്ചു. ഒരാഴ്ചക്കാലത്തിനുള്ളിൽ അവർ ആ ഫാറം ഒപ്പിട്ടു. അവർക്ക് ഇതൊക്കെ പറഞ്ഞാലും ഇതുങ്ങളെല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോട് പറയണം. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടർ അവർ വെച്ച്
അനുവാദം വാങ്ങിത്തരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ റോഡിൻ്റെ പണി എന്തായാലും ഇപ്പോൾ തുടങ്ങാം. കാരണം ഇതിനെ ആസ്തി രജിസ്റ്റർ കയറ്റണം. ഇത് തന്നിട്ട് ആസ്തി രജിസ്റ്റർ കയറ്റണം. 2-3 മാസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും. പക്ഷേ അതിന് മുമ്പ് തന്നെ വഴി നന്നായിട്ട് എർത്ത് വർക്ക് നടത്തി ജനകീയമായിട്ട് എർത്ത് വർക്ക് നടത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ എർത്ത് വർക്ക് നടത്തും. അതിനുശേഷം അവർ അവിടെ നടത്താൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ അവരാണല്ലോ ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രദേശത്തുള്ള അടിസ്ഥാനപരമായ വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും സഹായിക്കണമെന്ന് നമ്മൾ അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ വളരെ അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കൺസെന്റ് തരാമെന്ന് തന്നെയാണ്. കൺസെന്റ് ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കാം. പഞ്ചായത്ത് മെമ്പറെ തന്നെ ചുമതലപ്പെടുത്തി ആ കൺസെന്റ് കിട്ടിയാൽ ഉടനെ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്റർ, അപ്പോൾ പിന്നെ ഇതിൻ്റെ കരവടച്ചൻ്റെ രസീറ്റും കൂടെ അവർ തരണം. അതിപ്പോൾ തരും. തന്നാൽ ഉടനെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. പിന്നെ എർത്ത് വർക്ക് ജനകീയ പങ്കാളിത്തത്തോടെ തന്നെ നടത്തി പൂർത്തീകരിച്ചിടും. പുതിയ സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ വരുന്ന മെയ് മാസത്തിന് ശേഷം റോഡിൻ്റെ വർക്ക് തുടങ്ങാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാ നടപടികളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും MLAയും എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് അതിനാവശ്യമായ ഫണ്ട് വിനിയോഗിച്ച് അത് ചെയ്യും. അവിടെ വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് കുഞ്ഞു മക്കൾ പോകുന്ന വഴികളായിരുന്നു. അപ്പോൾ അവർ പോകുന്ന മഴക്കാലം വന്നാൽ പോകുന്ന പാലങ്ങൾ 3 പാലങ്ങൾ തന്നെ അവിടെ വേണ്ടി വരുന്നുണ്ട്. ഒരു അംഗനവാടി അകത്ത് വരുന്നുണ്ട്. ചെറിയ പോസ്റ്റിലൊക്കെ കൂടിയാണ്. രസകരമായ ഒരു കാര്യം കൂടെയുണ്ട്. ഈ വഴിപ്രശ്നത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഇടപെട്ട് നിരന്തരമായി നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ബോർഡ് പാലത്തിന് ഫണ്ട് അനുവദിച്ച MPക്ക് അഭിനന്ദനങ്ങളെന്നും പറഞ്ഞ് അവിടെ കണ്ടു. അപ്പോൾ ഏത് വഴിയാണ് ഈ പാലം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് പോലും ഒരു പിടി ഇപ്പോഴും. അതായത് ഒരു നിർമ്മാണ അനുമതി കൊടുക്കണമെങ്കിൽ തീർച്ചയായും ആ സ്ഥലം ഔദ്യോഗികമായി നിങ്ങൾക്ക് ലഭ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെ പറ്റിക്കാനായിരുന്നെന്ന് അറിഞ്ഞുകൂടാ. അവിടെ കൊണ്ടുവന്ന് പാലത്തിന് ഫണ്ട് അനുവദിച്ച MPയുടെ പടമൊക്കെ വെച്ച് ഒരു ബോർഡൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും പറഞ്ഞു, പാലം അവർ ചെയ്യും, റോഡ് ഞങ്ങളും ചെയ്യും. ആരാ പാലം MP ചെയ്യും. MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്തായാലും റോഡ് വർക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും റോഡ് 3 പാലങ്ങൾ, ആ പാലമാണ് ഏറ്റവും അതൊക്കെ ബാക്കി ഞങ്ങൾ ഇപ്പോഴും അനുവദിച്ച പാലം നിങ്ങൾ ജയിപ്പിച്ചോണം. ചെന്ന് ചോദിച്ചാൽ മതി ആ ഫണ്ടിന്റെ എന്തായെന്ന്. അത് നമ്മുടെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ. സ്വാഭാവികമായി അവിടുത്തെ ഒരു കൺസേൺ ഇല്ലാതെ ഒരു പാലത്തിന് അനുവാദം കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അതും വിശ്വസിച്ചുകൊണ്ട് എന്നോട് സംസാരിച്ച നാട്ടുകാരുണ്ട്. ഏതാ നിങ്ങൾ വിചാരിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു വഴി കിട്ടിയത്, ഞങ്ങൾക്ക് പാലമായി. ഏതാ എൻ്റെ അടുത്ത് ഞാൻ അവരടുത്ത് എന്ത് പറയാനാണ്? ആ ഒരു ബോർഡിനെ മാത്രം വിശ്വസിച്ച് ആ വഴിക്ക് വേണ്ടി നടന്ന ഞങ്ങൾ എല്ലാം ഒരു ബോർഡ് ആരണ്ട് കൊണ്ടുവന്നൊരു കെട്ടി തൂക്കിയപ്പോൾ അതാണ് ചിലർ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ ഇതാണ് സമൂഹം എന്ന് വിചാരിച്ചാണ് ചിലർ. എല്ലാവരും അങ്ങനെയല്ല. പിന്നെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വേറെ എന്തെന്നുണ്ട്. നമ്മൾ വേറെ വല്ലവരുമാണ്. നമ്മൾ അതിൻ്റെ മണവും കൊണത്തിനും നിൽക്കണവരല്ലേ. അതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും നല്ല സന്തോഷകരമായൊരു ദിവസം. കാരണം അത് ഔദ്യോഗികമായി തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ വഴി എന്നുള്ള കാര്യത്തിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ കൺസെന്റ് നൽകുമെന്നുള്ളതാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ജനകീയമായൊരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 മാസത്തിനുള്ളിൽ തന്നെ മെയ് മാസത്തിന് ശേഷം റോഡ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അതിനു മുമ്പുള്ള പ്രാഥമികമായി ചെയ്യേണ്ട എർത്ത് വർക്കുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ തുടങ്ങുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഒരാഴ്ചയ്ക്കുള്ളിൽ വഴി വിട്ടു നൽകിക്കൊണ്ടുള്ള അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കി. പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കമ്പനി പ്രതിനിധികളുടെ പ്രതികരണം. മാരാരിക്കുളത്ത് റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ, അവരുടെ തീരദേശവാസികളുടെ റോഡടക്കം നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിനൊരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടന്നത്. തീരദേശവാസികളായ ജനപ്രതിനിധികളും ഒപ്പം തന്നെ റിസോർട്ടിനെ പ്രതിനിധാനം ചെയ്ത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. അത് എവിടെ വരെ എത്തി നിൽക്കുന്നു, അതായത് ആ ചർച്ച എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയായിരിക്കുന്നു ഈ വിഷയം, എങ്ങനെ പരിഹരിക്കപ്പെടും? ഈ പ്രശ്നം വർഷങ്ങളായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. ഈ വഴിയുമായി ബന്ധപ്പെട്ട് പല വട്ടങ്ങളിലായിട്ട് ഞങ്ങൾ പല തരത്തിൽ ബന്ധപ്പെടുകയും പരിശ്രമമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവർ വന്ന് ഏതാണ്ട് 5-8 മാസക്കാലമായി ഇവരുമായിട്ട് MLA അടക്കം ബന്ധപ്പെട്ടു. ഞങ്ങൾ വിളിച്ച് 2-3 വട്ടം ഇവരുമായിട്ട് സംസാരിച്ചു. അവർ വളരെ നല്ല നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അവരുടെ സ്ഥലം അളന്ന് സ്കെച്ച് തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്കെച്ച് തയ്യാറാക്കി കൊടുത്തു. അതിന് കൺസെൻറ്റിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിശ്രമങ്ങൾ നടത്തി. ആദ്യം അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവർ ബോർഡ് യോഗം കൂടിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ബോർഡ് യോഗം കൂടി അവർ കൺസെൻറ്റ് തരുന്നതിൽ ചെറിയ പ്രയാസം ആദ്യം പറഞ്ഞു.
പക്ഷേ അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ കൺസെൻറ്റ് തരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതോടുകൂടി ആ പ്രശ്നം ആകെ പരിഹരിക്കപ്പെട്ടു. അതായത് വഴി എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ്. വഴി റോഡായി മാറുകയാണ്. 3 മീറ്റർ. അതായത് ഈ 52ഓളം കുടുംബങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയാണ്. 52 എത്രയായാലും ആ കുടുംബങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ തീരദേശവാസികൾ റോഡിലൂടെ തന്നെ എത്തും. റോഡിലൂടെ അതാണ് ഇത് അവിടെയുള്ള അവരാരും ആ വികസനത്തിനെതിരല്ലായിരുന്നു, മറിച്ച് അവർക്ക് വേണ്ട വഴി വേണം, അത് റോഡായി തന്നെ വേണം എന്നുള്ളതായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു, ഒപ്പം തന്നെ കിടപ്പ് രോഗികളായ ആളുകളൊക്കെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ തീരദേശവാസികളായ ആളുകൾക്ക് വഴി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ റിസോർട്ടിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ, ഒന്ന് പരിചയപ്പെടുത്താമോ ആരാണ്? എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ റിസോർട്ടിൻ്റെ ലീഗൽ അഡ്വൈസറാണ്. ഇത് മിസ്റ്റർ അബ്ദുൾ, പുള്ളിയാണ് റിസോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആൾ. ഈ ഒരു സംഭവം നമ്മളുടെ പരിഗണനയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ്, അതായത് കമ്പനിയുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞത് അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ. അപ്പോൾ പഞ്ചായത്ത് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ വരുന്നത്. പിന്നെ അതിൽ തീരുമാനം എടുക്കാൻ കുറച്ച് വൈകി, കാരണം നമ്മുടെ ഇൻറ്റേർണൽ കമ്പനി പോളിസി പ്രൊസീജിയറിൽ കുറച്ച് ഡിലേ വന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും MLA സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തപ്പോൾ അത് വളരെ ഉപകാരപ്രദമായി, ഞങ്ങൾക്കും അവർക്കും നാടിന് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് ഒത്തുതീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഏത് കമ്പനിയുടെ ഉടമസ്ഥലാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു? മാരാരി ബീച്ച് വില്ലേജ് പ്രോപ്പർട്ടീസ് എന്നും പറഞ്ഞിട്ടാണ് കമ്പനീൻ്റെ പേര്. അപ്പം ആ ഒരു ഇത് ഒറ്റ ഒരു ഇതായിട്ട് മേടിച്ച ഒരു പ്രോപ്പർട്ടിയല്ല. അപ്പം പലതായിട്ട് നമുക്ക് ഓരോരോ സമയത്ത് കിട്ടിയതനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റിയതാണ്. അപ്പം അതിന് ആ ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് മൊത്തം അക്വയർ ചെയ്തതും അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ അപ്രൂവലും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ നീങ്ങിയതും. ഇപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലോട്ട് നമ്മൾ കയറി ആയിട്ടില്ല. നമ്മളിപ്പം കോമ്പൗണ്ട് വാളും കാര്യങ്ങളും മാത്രമേ അതിലോട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ, വർക്കൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ തെക്കേ അതിരിനോട് ചേർന്നാണോ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കുക? എന്താ സൊല്യൂഷനായിട്ട് ഉണ്ടായിട്ടുള്ളത്? എന്താ ഇപ്പോൾ സൊല്യൂഷനായിട്ട് നമ്മൾ കൺസെൻറ്റ് കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇപ്പം നാട്ടിലെല്ലാവർക്കും കൂടെ ആയിട്ട് നമുക്കൊരു വഴി എങ്ങനെയാണ് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വഴി കൊടുക്കേണ്ടത് ആ രീതിയിൽ നമ്മൾ കൺസെൻറ്റ് കൊടുക്കും. സ്ഥലം വിട്ടുതരും എന്നുള്ള കൺസെൻറ്റ് നിങ്ങൾ കൊടുക്കും? അതെ അതെ, തീർച്ചയായും. അതാണ്, അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇത് എത്തി നിൽക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വഴിയായിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് നാട്ടിൽ ആളുകൾക്ക് വഴി വേണം. ഇത് കുറേ നാളുകളായി, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ അടക്കം ആളുകൾ വോട്ട് ബഹിഷ്കരിച്ച പ്രദേശമാണ്. ആ പ്രദേശം ആളുകൾ പോയിക്കൊണ്ടിരുന്ന വഴി ഇതിനകത്തായിപ്പോയെന്നുള്ളതാണ്. ഫ്രണ്ടിലെ ഒരു തർക്കത്തിനാണ് പ്രധാനമായും നിന്നിരുന്നത്. ഫ്രണ്ടിൽ 3 മീറ്റർ കമ്പനി തരും, പുറകിലേക്ക് 1.5 മീറ്ററും ബാക്കി ജനങ്ങളും. അങ്ങനെയല്ല ബാക്കി ജനങ്ങളും തരും. അങ്ങനെയാണ് ഇതിനകത്ത് ധാരണ വരുത്തിയിട്ടുള്ളത്. നാട്ടുകാർക്ക് വഴിയുണ്ടാകുക എന്നുള്ളതാണ് ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അടുത്ത ദിവസം വഴി മാത്രമല്ല, അവിടെ റോഡും 2 പാലവും കൂടെ വേണം. എന്നാലേ 3 പാലം, പടിഞ്ഞാറ് അറ്റത്തൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പം 3 പാലവും കൂടെ വരണം. അവിടെ ഒരു അംഗനവാടി ഉണ്ട്. അംഗനവാടി ഇപ്പോൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ വരും. നന്നായിട്ട് പോകണം എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്തായാലും കുറേ പേര് മെനക്കെട്ട് പ്രദേശവാസികളുടെ ശക്തമായ നിലപാടാണ് ഇതിനകത്തൊരു തീരുമാനം. ബഹുമാനമായിട്ടുള്ള MLA ഇടപെടലും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നത്. എന്നത്തേക്ക് റോഡ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു കൺസെന്റ് തരുന്നതനുസരിച്ചാണ്. കൺസെന്റ് എന്ന് തരുന്നു, അതനുസരിച്ച് നമുക്ക് എന്നത്തേക്ക് തരുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തരുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പ്രദേശവാസികളായ നിങ്ങളുടെ ഒരു സന്തോഷമായോ? ഞങ്ങൾ വളരെ സന്തോഷം. അതിന് ഞങ്ങൾ ന്യൂസ് 18 നന്ദി പറയുന്നു. ഇങ്ങനെ വെളിച്ചത്തത് കൊണ്ടുവരികയും ഇതെല്ലാം പെട്ടെന്ന് അധികാരികൾ ഇടപെടുകയൊക്കെ ചെയ്ത് വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ മാനേജ്മെൻറ്റിനെയും വിശ്വസിക്കുകയാണ്. അവർ തരാമെന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് പറഞ്ഞേക്കുന്നത്. 1 വീക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. അതിനുള്ളിൽ അവരുടെ കൺസെന്റ് നിങ്ങൾക്ക് ലഭ്യമാകും അല്ലേ? തീർച്ചയായിട്ടും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, ഒരു വിഷയം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. അത് എത്തിയിരിക്കുന്നു. ജനപ്രതിനിധികൾ കൃത്യസമയത്ത് അവരുടേതായ ഒരു ഇടപെടലുണ്ടായി, നാട്ടുകാരും ഇടപെട്ടു, മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മളും അതിൻ്റെ ധർമ്മം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ഒരു സൊല്യൂഷനിലേക്ക്, അതായത് തീരദേശവാസികളായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വഴി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സർക്കാർ ജീവനക്കാരുടെ ഡാറ്റ ചോർന്നിട്ടില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി.
ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം ഭരണഘടനാപരമാണ്. അയച്ച സന്ദേശങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവമില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം കോടതി തേടിയതാണ്. ആ വിശദീകരണം നൽകുമ്പോഴാണോ ഇത്തരം കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്? രേണു, സ്പാർക്കിലെ വിവരങ്ങൾ ചോർന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തി സന്ദേശം വായിച്ചു എന്നുള്ള ഹർജി അനുമാനം മാത്രമാണ് എന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഹർജിക്കാർക്ക് ഇക്കാര്യത്തിലുള്ള വ്യക്തതയില്ല. വിവരങ്ങൾ ചോർന്നതായിട്ടുള്ള രേഖകളോ ഒന്നും പുറത്തു കൊണ്ടുവരാനോ അതിന് തെളിവുകൾ കൊണ്ടുവരാനോ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരമൊരു ഹർജി എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർത്തി വാട്സ്ആപ്പ് സന്ദേശം അയക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയതെന്നുള്ള കാര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം നൽകിയത്. ഈ വിവരങ്ങൾ ചോർത്തി എന്നുള്ള കാര്യത്തിൽ എതിർത്ത് തന്നെയാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജിയുള്ളത്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും കോടതിയിൽ സർക്കാർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യമോ ഇതിന് ഈ മെസ്സേജുകൾ അയച്ചതിനില്ല. മാത്രമല്ല, വിവര ചോർച്ചയ്ക്ക് സാങ്കേതികമായ തെളിവുകളില്ല എന്നും കോടതിയിൽ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ബജറ്റിൽ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവനക്കാരെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഇത്തരം ജീവനക്കാർക്ക് മുഖ്യമന്ത്രി ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഡാറ്റ ചോർന്നിട്ടില്ല എന്നതാണ് സർക്കാർ ഇപ്പോൾ കോടതിയെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡാറ്റ ചോർന്നു എന്നത് ഒരു അനുമാനം മാത്രമാണ് എന്ന് പറയുന്നു. ഏതായാലും ഡാറ്റ ചോർന്നിട്ടില്ല, വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാകുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഹർജി എന്ന് പറയുന്നു. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം അയക്കുന്നത് ഭരണഘടനാപരമാണ് എന്ന കാര്യവും സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഡാറ്റ ചോർച്ചയിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വ്യക്തിവിവരങ്ങൾ തെരഞ്ഞെടുപ്പിനായി ദുരുപയോഗം ചെയ്തു. ഡാറ്റ മോഷണം നടന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ സ്ത്രീകളുടെ വിവരങ്ങളും ചോർന്നു. മുഖ്യമന്ത്രിയുടെ OSD ഗുരുതര ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തിയെന്നതാണ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നത്. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. മുഖ്യമന്ത്രി ചെയ്തത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. സൈബർ തട്ടിപ്പുകാരുടെ കയ്യിൽ വിവരങ്ങൾ കിട്ടുന്നത് ഗുരുതരമാണ് എന്നും ചെന്നിത്തല പറയുന്നു. സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു അതിഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അതിവിചിത്രമായ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് കാണാൻ കഴിയുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പേര് ചേർത്തിട്ടുള്ള മുഴുവൻ സ്ത്രീകളുടെയും വ്യക്തിഗത വിവരങ്ങൾ സർക്കാർ ചോർത്തിയെടുക്കുകയാണ്. യാതൊരു മുൻകരുതലുകളുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന നഗ്നമായ ഡാറ്റ ലംഘനം, ഡാറ്റ മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കേരള സ്റ്റോറി 2 റിലീസ് വിലക്കിയതിനെതിരെ നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെയാണ് നിർമ്മാതാക്കൾ സമീപിച്ചിരിക്കുന്നത്. രാത്രി വൈകിയും കോടതിയിൽ വാദം തുടർന്നിരുന്നു. സെൻസർ ബോർഡിനെ ചോദ്യം ചെയ്യാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല എന്നാണ് നിർമ്മാതാക്കളുടെ വാദം. സിനിമ ഇന്ന് തന്നെ റിലീസ് ചെയ്യാൻ അനുവദിക്കണമെന്നതാണ് ആവശ്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെ രാത്രിയാണ് കോടതി ഈ വാദങ്ങളൊക്കെ കേട്ടത്. അതിനുശേഷം ഇന്ന് അതിലൊരു തീർപ്പുണ്ടാകാൻ പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എപ്പോഴേക്ക് പരിഗണിക്കും?
ഒന്നേമുക്കാലോട് കൂടി വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉത്തരവിനായി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അനുസരിച്ചിട്ടും സ്റ്റേ അനുസരിച്ചും സ്റ്റേ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം അടിയന്തരമായി ഇന്നലെ വൈകുന്നേരം കോടതി അടിയന്തരമായി പ്രത്യേക അസാധാരണമായ ഒരു കാര്യമായിരുന്നു. കോടതി പ്രത്യേക അടിയന്തര സിറ്റിംഗ് കൂടി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും 2.25 മണിക്കൂറോളം നീണ്ട വാദത്തിനൊടുവിലാണ് ഈ ഉത്തരവ് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഉത്തരവ് പിന്നീടത്തേക്ക് വിധി പറയാൻ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും ജസ്റ്റിസ് സുശ്രുത് എ ധർമാധികാരിയും ജസ്റ്റിസ് പി വി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിക്കാർ ഇതുമായി ബന്ധപ്പെട്ട അപ്പീല് പരിഗണിച്ചത് ഈ 2 ജസ്റ്റിസുമാരായിരുന്നു. എന്തായാലും രാത്രി വൈകിയും വാദം കേട്ട ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. ഇതുവരെയും ഉത്തരവ് വന്നിട്ടില്ല. കേരള സ്റ്റോറിക്ക് നിർണയിക്കുന്ന സ്റ്റേ എന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോഴും തുടരുകയാണ്. അതേസമയം രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻസർ ബോർഡ് അനുവാദം നൽകിയിരിക്കുന്ന അത് പ്രൊമോഷൻ നൽകിയിരിക്കുന്ന സിനിമകളിൽ ഇടപെടാൻ കോടതിക്ക് അവകാശമില്ല എന്നുള്ള വാദമാണ് നിർമ്മാതാക്കൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡ് ഈ സിനിമ വീണ്ടും കാണണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിധിക്കെതിരെയാണ് ഇന്നലെ നിർമ്മാതാക്കൾ വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഉത്തരവിനായി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിൽ മറ്റൊരു കോടതി അലക്ഷ്യ ഹർജി കൂടി ഈ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾക്കെതിരെയുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് റിലീസിന് സ്റ്റേ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഓൺലൈനായി ടിക്കറ്റുകൾ വിറ്റഴിച്ചു എന്നുള്ളതാണ്. ബംഗാളിലും മുംബൈയിലും ഒക്കെ ആയിട്ട് ടിക്കറ്റുകൾ വിറ്റഴിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത്തരം കോടതി അലക്ഷ്യ ഹർജി കൂടി ചിലപ്പോൾ പരിഗണിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും നിർമ്മാതാക്കൾക്ക് ഈ പ്രധാനമായും സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ ഒരു യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചത് എന്ന് പറയുന്ന ടാഗ്ലൈനാണ് പ്രധാനമായും പ്രശ്നമാകുന്നത്. മറ്റു സിനിമകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയും കേരള സ്റ്റോറിക്കില്ല. നേരത്തെ ഹാൽ എന്ന് പറയുന്ന സിനിമയിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ അത് കട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെ കേരള സ്റ്റോറിക്കും ബാധകമാണ്. കേരളത്തിന്റെ മതേതര ഹാർമണിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും അനുവദനീയമല്ല. അതേസമയം സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സംവിധായകന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നടപടിയിലേക്കല്ല കോടതി പോകുന്നത്. പക്ഷേ മതപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടുക തന്നെ ചെയ്യും. അതിന് അത്രയധികം ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കാനാകില്ല എന്നും കോടതി ജസ്റ്റിസ് കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരള സ്റ്റോറിക്ക് സ്റ്റേ നൽകുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം രേണുക, ഈ സിനിമ കാണാൻ കോടതി അനുവദിച്ചില്ല, അല്ലെങ്കിൽ കോടതി സിനിമ കാണാമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒഴികഴിവ് പറഞ്ഞ് നിർമ്മാതാക്കൾ മാറുന്ന ഒരു സാഹചര്യം കൂടി കോടതി ഈ സിനിമയ്ക്ക് സ്റ്റേലാക്കാൻ കഴിയുന്നത്. എന്തായാലും കേരള സ്റ്റോറി 2വിന്റെ ഭാവി എന്ത് എന്നത് 1:45 അറിയാം എന്നാണ് ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണി എന്നത് കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് ഈ റിലീസ് താൽക്കാലികമായി തടഞ്ഞിരുന്നത്. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലാണ് ഈ ഹർജി എത്തി നിൽക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജായ മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വസതിയിലെത്തി തുടർന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. പുലർച്ചെ 4 മണിയോടെയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തേടിയേക്കും. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, പുലർച്ചെ 4 മണിക്കാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ആരോഗ്യമന്ത്രി നാട്ടിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ വീട്ടിലെത്തി എന്ന വിവരം വരുന്നു. ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഈ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എങ്ങനെ സ്വീകരിച്ചു? രേണുക, രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് മന്ത്രി ആശുപത്രി വിട്ടത്. തുടർന്ന് പത്തനംതിട്ടയിലെ വസതിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പരിയാരത്തു നിന്ന് CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. അതിൽ ഗുരുതരമായ പരിക്കുകൾ കണ്ടെത്തിയിരുന്നില്ല. എങ്കിലും ഇവിടെ തിരുവനന്തപുരം മൾട്ടി സ്പെഷ്യൽ ബ്ലോക്കിൽ അവിടെ ന്യൂറോ വിഭാഗത്തിലൊക്കെ മന്ത്രിക്ക് ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരെല്ലാം അതിന് സജ്ജമാണ്. പക്ഷേ മന്ത്രി എത്തുന്ന കാര്യം ഇതുവരെ ഡോക്ടർമാരെ അറിയിച്ചിട്ടില്ല. മന്ത്രി എത്തുമോ എന്നതും വ്യക്തമല്ല. പുലർച്ചെ സ്വകാര്യ വാഹനത്തിലായിരുന്നു മന്ത്രി കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടത്. അത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയത് ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താകണം. ഇനിയും മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അത്തരത്തിലാണ്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. മന്ത്രിക്കെതിരെ തുടർന്നും യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന
സൂചന ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സുരക്ഷയും മന്ത്രിക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പത്തനംതിട്ടയിലെ വസതിയിൽ എത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും എന്നതാണ് അറിയുന്നത്. പക്ഷേ എപ്പോഴാണ് എന്ന കാര്യം അറിവായിട്ടില്ല. എന്തായാലും ഇവിടെയും തുടർ ചികിത്സയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ് എന്ന കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യും. മന്ത്രി വീണ ജോർജ് പരിഹാസ കഥാപാത്രമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മന്ത്രിയുടെ പേര് കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുന്നു. മന്ത്രിയെ ആക്രമിച്ചു എന്നത് പച്ചക്കള്ളമെന്നും KSU പ്രവർത്തകർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ആരോഗ്യ മന്ത്രിക്ക് KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്ന പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിച്ച് കേരളം മുഴുവൻ അക്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത KSU നേതാവിന്റെ വീടിന് ബോംബെറിയാൻ ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കി വധശ്രമത്തിന് അവരെ ജയിലിലടയ്ക്കുക. ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായി ഇത് പച്ചക്കള്ളമാണ് മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ്. ഇപ്പോൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ചിരിക്കാൻ തുടങ്ങിയ, പക്ഷെ അതിന്റെ പേരിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് നേതാക്കൾ. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം DMK-യിൽ ചേർന്നു. രാവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി പനീർസെൽവം കൂടിക്കാഴ്ച നടത്തി. തേനിയിൽ പനീർസെൽവം മത്സരിക്കും. മറ്റ് ചില സീറ്റുകൾ കൂടി പനീർസെൽവം വിഭാഗത്തിന് DMK നൽകിയേക്കും. அண்ணா ஆரம்பித்த திமுகவில் தாய் கழகமான திமுகவில் மகிழ்ச்சியோடு என்னை இணைத்துக் கொண்டிருக்கிறேன். என்னை இணைத்துக் கொண்டிருக்கின்ற திராவிட முன்னேற்ற கழகத்தினுடைய தலைவர் மாண்புமிகு தமிழ்நாடு முதலமைச்சர் தளபதி அவர்களுக்கு என்னுடைய முதல் நன்றியும் வணக்கத்தையும் இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கிறேன். இன்றைக்கு அரசியலில் அண்ணா காட்டிய வழி, கலைஞர் காட்டிய வழியில் அனைத்து மக்களையும் அரவணைத்து செல்கின்ற ஒரு அரசியல் பண்பாரோடு தளபதி அவர்கள் கட்சியையும் ஆட்சியும் வழிநடத்திக் கொண்டிருக்கிறார் என்பதை நான் நன்றாகவே உணர்ந்து திமுகவில் பெருமகிழ்ச்சியோடு நான் இணைந்திருக்கிறேன். அரசியலில் இன்றைக்கு ஒரு சர்வாதிகாரியாக ஆணவ போக்கோடு நடந்து கொள்கின்ற எடப்பாடி எந்த காலத்திலும் இனி அரசியலில் வெற்றி பெற முடியாத ஒரு சூழ்நிலையை அதிமுகவுக்கு உருவாக்கியிருக்கிறார். വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, തമിഴ്നാട്ടിൽ വിസ്മയം തുടരുകയാണ്. ജയലളിതയുടെ വിശ്വസ്തനാണ് ഇപ്പോൾ DMK-യിൽ ചേർന്നിരിക്കുന്നത്. തേനിയിൽ മത്സരിക്കുമെന്ന വിവരങ്ങളും വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളരെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. DMK-യെ സംബന്ധിച്ച് ADMK-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവരുടെ പാളയത്തിലേക്ക് കിട്ടിയിരിക്കുന്നു. OPS എന്ന പേരിൽ അറിയപ്പെടുന്ന പനീർസെൽവം തേനിയിലാണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ സീറ്റ് നൽകും. അതോടൊപ്പം തന്നെ മറ്റ് ചില സീറ്റുകൾ കൂടി, 1-2 സീറ്റുകൾ കൂടി അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നൽകാനുള്ള ധാരണയായിട്ടുണ്ട്. 3 തവണ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ്. ജയലളിതയ്ക്ക് ശേഷമായിരുന്നു OPS-ന്റെ വരവ്. എടപ്പാടിയുമായുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ADMK പൂർണ്ണമായി വിട്ട് DMK-യിൽ ചേക്കേറാൻ OPS-നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ADMK-യെ പരിപൂർണമായി എടപ്പാടി പളനിസ്വാമി നശിപ്പിക്കും എന്നുകൂടി ഇന്ന് സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം OPS പറയുന്ന സാഹചര്യം ഉണ്ടായി. DMK-യുടെ ഒരു സാധ്യത കൂടി നമ്മൾ ഇവിടെ വിലയിരുത്തേണ്ടി വരുന്നു. വിജയകാന്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം സ്റ്റാലിനുമായി ചർച്ച നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ആ പാർട്ടി DMK സഖ്യത്തിലേക്ക് അടുക്കുകയാണ്. അതിന് പുറമെ ഇപ്പോൾ OPS DMK-യുടെ ഒപ്പം വരുന്നു. അങ്ങനെയെങ്കിൽ വലിയ ശക്തിയായി
DMK മാറുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല വിജയുടെ ടി വി കെ ഒരുപക്ഷെ പ്രതിപക്ഷത്തേക്ക് വളർന്നു കയറാനുള്ള ഒരു സാധ്യത കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഒട്ടനവധി സീറ്റുകളിൽ ഒരുപക്ഷെ TVK വിജയിച്ചേക്കാം. മാത്രമല്ല TVKയുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് അവർ BJPയുമായി ഒരു സഖ്യത്തിലേക്ക് പോയേക്കാം, അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJP NDA അലയൻസിലേക്ക് ADMK ഇപ്പോൾ അവശേഷിക്കുന്ന ADMKയും വിജയും BJPയും എല്ലാം കൂടി NDA എന്ന നിലയിലേക്ക് ഒരു സഖ്യം രൂപീകൃതമാകുമോ എന്നതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. വിജയുടെ മണ്ഡലം സംബന്ധിച്ചും ധാരണയായിട്ടുണ്ട്. പെരുമ്പൂരിലാണ്, അത് നോർത്ത് ചെന്നൈ മേഖലയിൽ വരുന്ന ഒരു പ്രദേശമാണ്, ചേരികൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. തനിക്ക് ഏറ്റവും മോശപ്പെട്ട പശ്ചാത്തലമുള്ള സ്ഥലത്ത് നിന്ന് വിജയിച്ച് അവിടെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന ആഗ്രഹം വിജയ് പ്രകടിപ്പിച്ചിരുന്നു. ഏതായിരുന്നാലും DMK അവരുടെ സാധ്യത ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രേണുക, തീർച്ചയായും DMK മുന്നണി വിപുലീകരണം നടക്കുകയാണ്. DMDKയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ പനീർശെൽവം കൂടി DMKയുടെ ഭാഗമാകുന്നത്. DV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. ഡൽഹി മദ്യനയക്കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. തെളിവില്ലാതെ കേസിൽ ഉൾപ്പെടുത്തിയതിന് CBIയെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് നടപടി. വിധി കേട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കെജ്രിവാൾ പൊട്ടിക്കരഞ്ഞു. സത്യം ജയിച്ചെന്നും മോദിയും അമിത്ഷായുമാണ് ഗൂഢാലോചന നടത്തിയതെന്നും കെജ്രിവാൾ പ്രതികരിച്ചു. मोदी जी ने और अमित शाह जी ने मिलके आजाद भारत का सबसे बड़ा राजनीतिक षड्यंत्र रचा। आम आदमी पार्टी को खत्म करने के लिए आम आदमी पार्टी के सबसे बड़े 5 नेताओं को जेल में डाल दिया गया। यहां तक कि सिटिंग चीफ मिनिस्टर, जो आज तक भारत के इतिहास में कभी नहीं हुआ, सिटिंग चीफ मिनिस्टर को उसके घर से घसीटकर जेल में डाला गया और 6 महीने तक जेल में रखा गया। हमारे उप मुख्यमंत्री मनीष सिसोदिया जी, उनको लगभग 2 साल तक जेल में रखा गया। पूरा का पूरा फर्जी केस था। हमारे ऊपर कीचड़ फेंका गया। 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। हो गए संभालिए सर, अपने आप संभालिए, हिम्मत सर, पीछे ये केजरीवाल भ्रष्ट नहीं है। मैंने केवल अपनी जिंदगी में ईमानदारी कमाई है। इन्होंने झूठा केस लगाया और आज ये साबित हो गया। कोर्ट ने कहा है कि केजरीवाल कट्टर ईमानदार है, मनीष सिसोदिया कट्टर ईमानदार है, आम आदमी पार्टी कट्टर ईमानदार है। मैं प्रधानमंत्री जी से कहना चाहता हूं, सत्ता के लिए इस तरह से खिलवाड़ मत कीजिए देश के साथ, इस तरह से संविधान के साथ खिलवाड़ मत कीजिए। आपको सत्ता चाहिए, अच्छे काम कीजिए। आज देश के सामने इतनी बड़ी बड़ी समस्याएं हैं, महंगाई है, बेरोजगारी है, पूरे देश में सड़कें टूटी पड़ी है, चारों तरफ पोल्यूशन ही पोल्यूशन हो रहा है, चारों तरफ देश में इतनी समस्याएं हैं। उन समस्याओं का समाधान करके सत्ता में आइए ना। केजरीवाल पे, आम आदमी पार्टी पे झूठे केस क्यों करते हैं? കോടതി വിധിക്ക് പിന്നാലെയാണ് വൈകാരിക പ്രതികരണം കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. കിരൺ, ആം ആദ്മി പാർട്ടിയെ പിടിച്ചുലച്ച കേസാണ് ഇത്. അതിലാണ് വിചാരണയ്ക്ക് മുൻപ് തന്നെ പ്രഥമദൃഷ്ട്യാ പോലും ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് കാട്ടി കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വിജയമെന്ന് തന്നെ കരുതേണ്ടേ. അതോടൊപ്പം തന്നെ CBIക്കും കേന്ദ്ര സർക്കാരിനും വലിയ തിരിച്ചടിയല്ലേ ഇതുണ്ടാക്കിയിട്ടുള്ളത്? രേണുക, അല്പസമയം മുമ്പ് നമ്മൾ ഇപ്പോൾ കണ്ട ആ കരച്ചിൽ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകളിൽ ഒന്നിൻ്റെ ഇരയായി അഴിമതിക്കാരൻ എന്ന പേര് കേൾക്കേണ്ടി വന്ന, അഴിമതിക്കെതിരെ പോരാട്ടം നയിച്ച് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കൊണ്ട് ഡൽഹി പോലെ ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് എവിടെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധ്യമാകാത്ത തരത്തിൽ രൂപീകൃതമായി ഒരു വർഷത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് അധികാരം നേടിയ, ആ അധികാരത്തിന് തുടർച്ചയുണ്ടാക്കിയ ഒരാൾ അവസാനം അഴിമതിക്കാരൻ എന്ന് പേര് കേട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന് അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നൊരു മനുഷ്യൻ അവസാനം കോടതി അദ്ദേഹത്തെ അഴിമതിക്കാരനല്ല എന്ന് വിധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരച്ചിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ
ഒരു മുഖ്യമന്ത്രിക്ക് അഴിമതി കേസിൽപ്പെട്ട മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അറസ്റ്റിലായി ജയിൽ പോകേണ്ടി വന്നിട്ടില്ല. കെജ്രിവാളിനെ സംബന്ധിച്ച് സംഭവിച്ച അതാണ്. കെജ്രിവാളിന് ജയിൽ പോകേണ്ടി വന്നു എന്ന് മാത്രമല്ല, കെജ്രിവാളിൻ്റെ വലങ്കൈയായിരുന്നു ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം ജയിൽ കിടക്കേണ്ടി വരികയും ആ പാർട്ടിയിലെ 5 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ജയിൽ കിടക്കേണ്ടി വന്നു. ആ സംസ്ഥാനത്ത് ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു. കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളടക്കം പരാജയപ്പെട്ടു. വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇപ്പോൾ ആ കാര്യത്തിൽ കെജ്രിവാൾ അഴിമതിക്കാരനല്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അതിൽ സുപ്രധാനമായൊരു വിഷയം, ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അതോടൊപ്പം തന്നെ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിത അടക്കം 23 പ്രതികളെയും ആണ് ഇപ്പോൾ കോടതി, റോസവിനെ കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിലെ 23 പ്രതികളെയും വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കോടതി ഇതിൽ കുറ്റപത്രം സമർപ്പിച്ച CBIക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ പോലും നിൽക്കുന്ന ഒരു കേസ് ഇതിലില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്ത കേസാണ് CBI എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും CBIയിൽ വകുപ്പ് തല അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ച് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്ന ഒരു വിഷയം, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും BJPയും ഈ രാഷ്ട്രീയ നേതാക്കളെ നിരന്തരം വേട്ടയാടുന്നു, അവർക്ക് നേരെ അന്വേഷണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പിണറായി വിജയനെതിരെയായാലും, തമിഴ്നാട്ടിൽ MK സ്റ്റാലിനെതിരെയായാലും, ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെയായാലും നിരന്തരം ഇത്തരം കേസുകൾ നിരവധി അന്വേഷണ ഏജൻസികൾ ഇവരുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കേസുകൾക്കെല്ലാം ഇവരെല്ലാവരും ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന ഒന്നുകൂടിയാണ് ഇത്. രാഷ്ട്രീയ പ്രേരിതമാണ് കേസുകളെന്നത് കഴിഞ്ഞ ഇടയ്ക്കാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിക്കും എതിരായ കുറ്റപത്രം റദ്ദാക്കുകയും പകരം മറ്റ് വിശദാംശങ്ങളുണ്ടെങ്കിൽ സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കുറ്റപത്രമുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ CBIയോട് നിർദ്ദേശിക്കുകയും എല്ലാം ചെയ്തത്. അതും ഇതേ കോടതി തന്നെയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെ എടുത്ത കേസ് എടുക്കാൻ പോലും കോടതി പറഞ്ഞിരിക്കുന്നത് തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിരിക്കുന്നുവെന്നും കേസ് എടുക്കാൻ തക്ക ഒന്നുമില്ല. ഇവർ പ്രധാന തെളിവായി കാണിച്ചിരുന്നത് കെജ്രിവാൾ നടത്തിയ ചില ചർച്ചകളാണ്. ഈ ചർച്ചകളൊക്കെയും ഭരണപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളാണ്. അതിൽ എങ്ങനെയാണ് ഒരു ജുഡീഷ്യറി ആ കാര്യങ്ങൾ വിലയിരുത്തുന്നതെന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. ഡൽഹി മദ്യനയ അഴിമതി കേസ് 2021 ഡൽഹിയിലെ മദ്യനയം മാറ്റി പുതിയൊരു മദ്യനയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മദ്യനയം ഡൽഹിയിൽ നിലവിൽ വന്നു. ആ മദ്യനയം തെലങ്കാനയിലെ ചില മദ്യ കമ്പനികൾക്ക് വേണ്ടിയാണെന്നും ആ മദ്യ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, 1000 കോടിയോളം രൂപ കോഴ വാങ്ങിയിട്ടുണ്ടെന്നും അതാണ് ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചതെന്നുമായിരുന്നു കേസ്. ആ കേസാണ് CBIയും EDയും അടക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. EDയുടെ കേസ് ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. കെജ്രിവാളിനെതിരെ സമാനമായ കേസ് കോടതിയിൽ നിലനിൽപ്പുണ്ട്. ഈ കേസ് കോടതി തള്ളിയതോടുകൂടി ഇനി സമാനമായ EDയുടെ കേസും തള്ളാൻ തന്നെയാണ് സാധ്യത. ഇതിന് വരുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ ആകെ ഇത് അന്വേഷണത്തിൽ കുടുക്കി അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി അടക്കം പ്രധാനപ്പെട്ട ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കും. കെജ്രിവാളിനെ ജയിലിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്താണ് കെജ്രിവാളിന് ജാമ്യം കിട്ടുന്നത്, പുറത്തിറങ്ങേണ്ടി വരുന്നത്. ഏകദേശം 6 മാസത്തോളം കാലം കെജ്രിവാളിന് ജയിൽ കിടക്കേണ്ടി വന്നു. 156 ദിവസമാണ് കെജ്രിവാളിന് ജയിൽ കിടക്കേണ്ടി വന്നത്. മനീഷ് സിസോദിയയ്ക്ക് ജയിൽ കിടക്കേണ്ടി വന്ന 530 ദിവസമാണ്. 1 വർഷവും 8.5 മാസവും ഒരു ഉപമുഖ്യമന്ത്രിക്ക് ഇല്ലാത്തൊരു കേസിൻ്റെ പേരിൽ ജയിൽ കിടക്കേണ്ടി വരുന്നു. അതോടൊപ്പം കെ കവിതയ്ക്കും ഈ മട്ടിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇത് പ്രധാന ആയുധമായി ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ ഇന്ത്യ മുന്നണി അടക്കം ഇത് BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒരു പുതിയ ആയുധം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിരോധം ശക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു എന്ന ആരോപണം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോടതി വിധി കൂടി വന്നിരിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചുവരവിന്റെ തുടക്കം കൂടിയാകും ഇത് എന്നാണ് കരുതുന്നത്. കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. അഫ്ഗാനിസ്ഥാനിൽ പാക് ആക്രമണം. താലിബാന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അവകാശപ്പെട്ടു. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട് എന്നും താലിബാൻ അറിയിച്ചു.
പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു യുദ്ധത്തിന്റെ തുടക്കമെന്ന നിലയിൽ കാണാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ സംജാതമായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് നടന്ന ഏറ്റുമുട്ടൽ അത് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഒരു സമാധാന നീക്കത്തിലേക്കും വെടിനിർത്തൽ കരാറിലേക്കും ഒക്കെ എത്തിയിരുന്നത്. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അനുശ്രീ ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ അഫ്ഗാനിൽ താലിബാൻ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം? യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? രേണുക, യുദ്ധസമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തിയിലുള്ളത് എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 15ഓളം സൈനിക പോസ്റ്റുകളാണ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിരുന്നത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചില സൈനികരെ ജീവനോടെ തന്നെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു കൃത്യമായ സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും 2 പ്രവിശ്യകളിലേക്കായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. അത് കുനാർ പ്രവിശ്യയിലെ നങ്കർഹാർ കുനാർ പ്രവിശ്യകളായിരുന്നു ആ സൈനിക കേന്ദ്രങ്ങൾ. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഈ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. കുനാർ പ്രവിശ്യയിലെ തന്നെ മനാവാര, നരി ജില്ലകളിലായി 5ഓളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ 40ഓളം സൈനികരെ അഫ്ഗാനിസ്ഥാൻ കൊല്ലുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നങ്കർഹാർ പ്രവിശ്യയിലേക്ക് വരികയാണെങ്കിൽ ദുർബാബെ, ഗോഷ്തെ ജില്ലകളിൽ 7 സൈനിക പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഏകദേശം 17 പാക് സൈനികരുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്കും തിരിച്ചും ആക്രമണം നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള കാബൂളിലേക്കായിരുന്നു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഏകദേശം 133ഓളം പേരെ പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ കൊന്നു എന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഇതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്തരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ. ഇത്തരമൊരു ആക്രമണം ഇപ്പോൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഫെബ്രുവരി 22-ാം തീയതി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിന്റെ പ്രധാന കാരണം, ആ ആക്രമണം നടത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദികളാണ്, അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ എതിർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് പാകിസ്ഥാൻ ഇതിൽ നൽകിയ വിശദീകരണം. എന്നാൽ അപ്പോഴും അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരരായിരുന്നില്ല, നിരവധി സ്ത്രീകളും കുട്ടികളുമായിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ നൽകിയ ഒരു പ്രത്യാക്രമണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. സൈനിക കേന്ദ്രങ്ങൾ നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇതിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനിയൊരു തീരുമാനമാകേണ്ടതുണ്ട്. നിലവിലൊരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് രേണുക നിലനിൽക്കുന്നത്. അനുശ്രീയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു അഫ്ഗാനും പാകിസ്ഥാനും ഇടയിൽ. യൂട്യൂബ് ചാനലുകളിലൂടെ അതിജീവിതമാരുടെ പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും മുൻ ഡിജിപിയുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ കേസ്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതമാരുടെ പേരുവിവരങ്ങൾ അടക്കം വെളിപ്പെടുത്തിയതിന് പോക്സോ ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ പേരും മറ്റൊരു വീഡിയോയിൽ കിളിരൂർ, കവിയൂർ കേസുകളിലെ ഇരകളുടെ പേരും വെളിപ്പെടുത്തിയെന്നാണ് പരാതി. 4 വർഷം മുമ്പ് നടന്ന ഒരു യൂട്യൂബ് വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്, അതായത് സസ്നേഹം ശ്രീലേഖ എന്ന പേരിൽ മുൻ DGP ആർ ശ്രീലേഖയുടെ പേരിലുള്ള യൂട്യൂബ് ചാനലിൽ 2022 ഓഗസ്റ്റ് മാസം 14-ാം തീയതി, അതായത് അവരുടെ 80ാമത്തെ എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്ത ഒരു യൂട്യൂബിലാണ്. യൂട്യൂബ് ഇരകളുടെ വിലാസവും അവരുടെ പേര് എന്താണ്, അവരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ യൂട്യൂബ് വീഡിയോയിൽ സംപ്രേഷണം ചെയ്തു. അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിച്ചുവെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഭാഗമായുള്ള ഒരു ജയചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട് വഞ്ചിയൂർ കോടതിയിൽ ഒരു പരാതി നൽകിയത്. വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ചെയ്തിരിക്കുന്നത്. പ്രാഥമികമായ നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നിലവിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 72ാമത്തെ വകുപ്പും അതോടൊപ്പം പോക്സോ വകുപ്പുകളും ചുമത്തിക്കൊണ്ടാണ് മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയ്ക്കെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയായേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുന്നതിനിടയിലാണ് അവരെ ഒരു നിയമക്കുരുക്കിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ഒരു നടപടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് സ്വമേധയാ ഈ കേസെടുക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘം വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം പോക്സോ കേസെടുത്തതിൽ പ്രതികരണവുമായി ആർ ശ്രീലേഖ രംഗത്ത് വന്നു. താൻ പേര് പറഞ്ഞ കുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു എന്നാണ് ശ്രീലേഖ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും കുത്തിപ്പൊക്കാനാണ് ശ്രമം നടക്കുന്നത്. പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെപ്പറ്റി ദോഷകരമായി താനൊന്നും ചെയ്തിട്ടില്ല എന്നും ശ്രീലേഖ പറഞ്ഞു. ഇപ്പൊ ഈ കേസ് വന്നിരിക്കുന്നതില് ഞാൻ അറിഞ്ഞത് 2020-21 ഞാൻ ചെയ്ത ഒരു വീഡിയോ, സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി ഇപ്പൊ കിളിരൂർ കേസാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ കേസ് ഞാൻ നേതൃത്വം നൽകിയ ടീമാണ് അന്വേഷിച്ചത്. അതിലെ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറിയ കേസാണ്. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIRനകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിന്റെ പ്രായം 2003 എന്റെ ഓർമ്മ. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ അതിന്റെ പ്രായം 20 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വളരെ ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വർക്കലയിലെ ചിലക്കൂർ ടണൽ വീണ്ടും തുറന്നു. ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടണൽ തുറന്നത്. കേരള ചരിത്രവും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും വ്യക്തമാക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ടണലിൽ ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നിർമ്മാണ വിസ്മയം ദിവാൻ മാധവറാവുവിന്റെ കാലത്താണ് വർക്കലക്കുന്നിൽ ലാറ്ററൈറ്റ് പാറക്കെട്ടുകൾ തുറന്ന് 380 മീറ്ററിൽ ചിലക്കൂർ ടണൽ നിർമ്മിച്ചത്. വർക്കലയിൽ മറ്റൊരു തുരങ്കവും നിർമ്മിച്ചു. ഇത് വർക്കല തുരപ്പെന്ന് അറിയപ്പെടുന്നു. ഈ 2 തുരങ്കപാതകളായിരുന്നു തിരുവിതാംകൂറിലെ ജലഗതാഗതത്തിന് വേഗം നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കോവളം ബേക്കൽ ജലപാതയുടെ ഭാഗമായാണ് ടണലുകൾ തുറക്കുന്നത്. ചിലക്കൂർ ടണലിലൂടെയുള്ള യാത്രയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിന്റെ പാരമ്പര്യവും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ് ചിലക്കൂർ ടണലിലെ പ്രധാന ആകർഷണം.
എല്ലാ മതസാരവും സമഭക്തിയോടെയും സമബുദ്ധിയോടെയും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മതവൈരത്തിനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാകുമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഗുരുവിന്റെ കാർമ്മികത്വത്തിൽ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണങ്ങളുടെ ഗുണഫലങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. സോളാർ ബോട്ടുകളിലാകും ജലപാതയിലൂടെയുള്ള സഞ്ചാരം. ദേശീയ ജലപാതയുടെ ആദ്യഘട്ടത്തിൽ ആക്കുളം മുതൽ ചേറ്റു വരെയുള്ള 280 കിലോമീറ്ററാണ് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ആറളം ഫാമിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. 10ാം ബ്ലോക്കിലെ അനീഷാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 4 മണിയോടെയാണ് ഈ സംഭവമുണ്ടായത്. പുകയായിരുന്ന അനീഷിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. കൊല്ലം തെന്മലയിൽ വളർത്തുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. ഉറുകുന്ന് അയ്യങ്കാളി നഗർ സ്വദേശി രാജനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഈ മാസം 21-നാണ് പോത്തുകളെ മേയാൻ വിട്ടിരുന്ന പറമ്പിൽ വെച്ച് ആക്രമണമുണ്ടായത്. തെന്മല പോലീസ് പോത്തിന്റെ ഉടമയ്ക്ക് എതിരെ കേസെടുത്തു. വളർത്തുമൃഗത്തെ കെട്ടിയിടാതെ അലക്ഷ്യമായി അഴിച്ചുവിട്ടതിനായിരുന്നു കേസ്. ഇടുക്കിയിൽ സ്ത്രീകൾക്ക് നേരെ DCC അംഗത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണം. രാജകുമാരി കുംഭപ്പാറയിലാണ് സംഭവം. വഴി തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരമേളയായ ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം 2025 വിതരണം ചെയ്തു. വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി പ്രശസ്ത ഗാനരചയിതാവും കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ഭാഷാ കേസരി പുരസ്കാരം സമ്മാനിച്ചു. 5,01,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ സമർപ്പിച്ചു. പ്രഥമ എഴുത്തമ്മ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവുമായ MT രാജേന്ദ്രൻ അർഹനായി. 5,01,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവുമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. കൂടാതെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ 25 മേഖലകളിൽ നിന്നുള്ള ജേതാക്കൾക്ക് 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഏരീസ് ഗ്രൂപ്പ് സിഇഒയും സ്ഥാപക ചെയർമാനുമായ സോഹൻ റോയ് നേതൃത്വം നൽകുന്ന ഇൻഡിവുഡ് 2020 തുടക്കം കുറിച്ച ഭാഷാ സാഹിത്യ പുരസ്കാരമേളയിലൂടെ നിരവധി സാഹിത്യ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,830 രൂപ, പവന് 1,18,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,230 രൂപ, പവന് 97,840 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോയ്ക്ക് 2,85,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു.